ഈ ഓട്ടോമോട്ടീവ് ടെസ്റ്റർ വെച്ചിട്ട് എങ്ങനെയാണ് ഇഞ്ചക്ടർ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഫസ്റ്റ് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നെഗറ്റീവ് സപ്ലൈയിൽ കൊടുത്തു. ഓട്ടോമോട്ടീവ് ടെസ്റ്റർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ്. ഫസ്റ്റ് പിന്നിൽ കൊടുത്തപ്പോൾ നമുക്ക് 12.6 വോൾട്ടേജ് വരുന്നുണ്ട്, പോസിറ്റീവ് സപ്ലൈ വരുന്നുണ്ട്. സെക്കൻഡ് പിന്നിൽ കൊടുത്തപ്പോൾ ചെറുതായിട്ട് നമ്മൾ ലൈറ്റ് കത്തുന്നുണ്ട്, വളരെ ചെറുതായിട്ടാണ്. പക്ഷേ വോൾട്ടേജ് കാണിക്കുന്നില്ല, ഡിസ്പ്ലേയിൽ എന്ത് ചെയ്യുന്നില്ല, വോൾട്ടേജ് കാണിക്കുന്നില്ല. ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പോസിറ്റീവ് സപ്ലൈ തന്നെയാണ്, കാരണം റെഡ് ലൈറ്റ് ആണ് കത്തുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ പിന്നിൽ കൊടുക്കുകയാണ്. രണ്ടാമത്തെ ഇഞ്ചക്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് പിന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 12 വോൾട്ടേജ് വരുന്നുണ്ട്. സെക്കൻഡ് പിന്നിൽ കൊടുത്ത സമയത്ത് നമുക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. മൂന്നാമത്തെ ഇഞ്ചക്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. ഫസ്റ്റ് പിന്നിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 12.5 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ഈ പിന്നിൽ കണ്ടോ, റെഡ് ലൈറ്റ് എന്ത് ചെയ്യുന്നില്ല, കത്തുന്നില്ല. അതായത് നമ്മൾ കംപ്ലൈൻ്റ് ഉള്ള ഇഞ്ചക്ടറിലേക്കുള്ള ECM കൊടുക്കേണ്ട നെഗറ്റീവ് പൾസ് ട്രിഗർ ചെയ്യാനുള്ള നെഗറ്റീവ് സപ്ലൈ എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ മൾട്ടിമീറ്റർ ഷാർപ്പായിട്ടുള്ള ഒരു പ്രോബ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ടെസ്റ്റ് ലാമ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റ് ലാമ്പിൻ്റെ എൻഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് സപ്ലൈയിലാണ് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സിഗ്നൽ പൾസ് കിട്ടുന്ന കണക്ഷനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ സിഗ്നൽ പൾസ് കിട്ടുന്ന കണക്ഷനിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നുണ്ട് അല്ലേ, 11.8 വോൾട്ടേജ് അല്ലെങ്കിൽ 7 വോൾട്ടേജ്. ഇതിനർത്ഥം നമ്മൾ 12 വോൾട്ടേജ് സപ്ലൈ കോയിൽ, ഇതിനുള്ളിൽ ഇഞ്ചക്ടർ എന്ന കോയിലാണ്, കോയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട് ചെയ്യുന്നുണ്ട്. ഇഞ്ചക്ടർ കോയിലിന് കംപ്ലൈൻറ്റ് ഇല്ല. ഇഞ്ചക്ടർ കോയിൽ കംപ്ലൈൻറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ഇവിടെ എന്ത് കാണിക്കും, നമുക്ക് വാല്യൂസ് ഉണ്ടാവില്ല. അതേപോലെ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക, സപ്ലൈ വോൾട്ടേജ് നമുക്ക് എന്തെങ്കിലും കാണിക്കില്ല. ഇഞ്ചക്ടർ വർക്കിംഗ് എന്നല്ല അർത്ഥം, ഇഞ്ചക്ടറിൻ്റെ കോയിൽ എന്താണ്, ഓക്കെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്ക് 12 വോൾട്ട്, ഈ ഒരു 12 വോൾട്ടേജ് സപ്ലൈ കാണിച്ചത് എന്ത് ചെയ്യും, നമ്മൾ പോസിറ്റീവിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പ്രോബ് പോസിറ്റീവിലേക്ക് മാറ്റി, പോസിറ്റീവിലേക്ക് മാറ്റിയ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണില്ല, ഇവിടെ സപ്ലൈ കാണിക്കുന്നില്ല. ഇനി നമ്മൾ വാഹനം എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിലുണ്ടോ, നമുക്ക് നെഗറ്റീവ് പൾസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ എന്തുണ്ട്, പൾസിങ് കൊടുക്കുന്നുണ്ടോ. ചെറുതായിട്ട് നമ്മുടെ റെഡ് ലൈറ്റ് എന്ത് ചെയ്യുന്നത്, കത്തുന്നുണ്ട്. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ECM ഇഞ്ചക്ടറിലേക്കുള്ള നെഗറ്റീവ് പൾസ് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അതാണ് നമ്മൾ ഈ സപ്ലൈയിൽ കാണിക്കുന്നത്. ഇനി നമ്മൾ കംപ്ലൈൻ്റ് ഉള്ള ഇഞ്ചക്ടറിൻ്റെ നെഗറ്റീവ് പൾസ് കിട്ടുന്നുണ്ടോ നോക്കുന്നത്. കംപ്ലൈൻ്റ് ഉള്ള ഇഞ്ചക്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എന്ത് ചെയ്യണില്ല, പൾസ് വരുന്നില്ല. കണ്ടോ, ഡിസ്പ്ലേയിൽ എന്ത് ചെയ്യണില്ല, പൾസ് വരുന്നില്ല. ഇതിന് ഓട്ടോമോട്ടീവ് ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്തു. ഇപ്പോൾ ഈ ഒരു പൾസ് വരാത്തൊരു കംപ്ലൈൻ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വയറിംഗ് ഇഷ്യൂസ് ആണ്. വയറിംഗ് പ്രോബ്ലം ഇല്ലെങ്കിൽ പിന്നെ കൺഫേം ആയിട്ട് നമ്മൾ ECM കംപ്ലൈൻറ്റ് ഉണ്ടാവും. ECM അഴിച്ചിട്ട് ബോർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. സ്മാർട്ട് ഓട്ടോമോട്ടീവ് ട്രെയിനിംഗ് സെന്റർ എടപ്പൽ മലപ്പുറം കേരള. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 8086610685.